റിഡ്ലി സ്കോട്ട് സംവിധാനം ചെയ്ത ഇതിഹാസ ചരിത്ര സിനിമയാണ് ഗ്ലാഡിയേറ്റർ. റസൽ ക്രോ റോമൻ സൈന്യത്തിലെ വിശ്വസ്ത ജനറലായ മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. യുദ്ധത്തിൽ ജർമ്മൻ ഗോത്രങ്ങൾക്കെതിരെ റോമൻ സൈന്യത്തെ വിജയത്തിലേക്ക് മാക്സിമസ് നയിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. മാക്സിമസിന്റെ നേതൃത്വത്തിലും സമഗ്രതയിലും മതിപ്പ് തോന്നിയ മാർക്കസ് ഓറോലിയസ് രാജാവ് അധികാരദാഹിയും യഥാർത്ഥ നേതാവിന്റെ ഗുണങ്ങളില്ലാത്തവനുമായ സ്വന്തം മകൻ കൊമേഡസിനെ മറികടന്ന് മാക്സിമസിനെ തന്റെ പിൻഗാമിയാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ആ തീരുമാനത്തിൽ പ്രകോപിതനായ കൊമേഡസ് പിതാവിനെ ചതിച്ചു കൊല്ലുകയും സിംഹാസനം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതോടൊപ്പം മാക്സിമസിനെയും കുടുംബത്തെയും വധിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു. മാക്സിമസ് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഗുരുതരമായി പരിക്കേറ്റ മാക്സിമസിനെ ചിലർ പിടികൂടുകയും അടിമച്ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്നു. മുൻ ഗ്ലാഡിയേറ്ററായ പ്രോക്സിമോ അടിമച്ചങ്ങലിൽ നിന്ന് മാക്സിമസിനെ വാങ്ങിക്കുകയും കൊളോസിയത്തിൽ പോരാടാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വിദഗ്ധനായ ഗ്ലാഡിയേറ്റർ എന്ന നിലയിൽ മാക്സിമസ് പ്രശസ്തിയും ബഹുമാനവും നേടുന്നുണ്ടെങ്കിലും കൊമോഡസിനെതിരായ പ്രതികാരം അണയാതെ സൂക്ഷിക്കുന്നു. ഗ്ലാഡിയേറ്റർ എന്ന നിലയിലുള്ള മാക്സിമസിന്റെ വൈദഗ്ധ്യവും ജനപ്രീതിയും ഒടുവിൽ അദ്ദേഹത്തെ റോമിലേക്ക് നയിക്കുകയും അവിടെ കൊമോഡസ് പിതാവിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന പോരാട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതേസമയം മാക്സിമസിന്റെ തിരിച്ചുവരവിൽ അരക്ഷിതനായി തീർന്ന കൊമോഡസ് കൂടുതൽ സ്വച്ഛാധിപതിയായി മാറുകയും റോമൻ സെനറ്റിനെയും ജനങ്ങളെയും കൂടുതൽ ദ്രോഹിക്കുകയും ചെയ്യുന്നു. കൊമോഡസിനെ നേരിടാൻ കഴിയും വരെ സമയം ചെലവഴിക്കുന്ന മാക്സിമസ് അതുവരെ തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കുന്നു. കളത്തിൽ മാക്സിമസ് കൂടുതൽ വിജയങ്ങൾ നേടുമ്പോൾ കൊമോഡസിന്റെ സ്വച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി കൊതിക്കുന്ന റോമിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതീകമായി അദ്ദേഹം മാറുന്നു. കൊളോസിയത്തിലെ നാടകീയമായ ഒരു ഏറ്റുമുട്ടലിൽ മാക്സിമസ് തന്റെ യഥാർത്ഥ വ്യക്തിത്വം കൊമോഡസിനോട് വെളിപ്പെടുത്തുകയും തന്നോടൊപ്പം ഏറ്റുമുട്ടാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഏറ്റുമുട്ടലിൽ മാക്സിമസ് വിജയായി ഉയർന്നു വരുന്നു. പക്ഷേ ചതിപ്രയോഗത്തിലൂടെ കൊമോഡസ് മാക്സിമസിനെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. മരിക്കും മുമ്പ് കൊമോഡസ് കൊല്ലപ്പെട്ടുവെന്ന് മാക്സിമസ് ഉറപ്പാക്കുകയും ഒരു മികച്ച റോമിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തന്റെ സഖ്യകക്ഷികളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കഥയുടെ ആഖ്യാന മികവുകൊണ്ടും അഭിനയ തികവുകൊണ്ടും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗ്ലാഡിയേറ്റർ.